സോ IEMS യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും കാണുന്നൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഈ ചാനൽ ഇംബാലൻസ് ആണ്. അതായത് ഒരു റൈറ്റ് ചാനലിന് സൗണ്ട് ഉണ്ടാവും, ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിന് സൗണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് വൈസ് വേഴ്സ വരിക. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഏതൊരു IML നമ്മൾ കുറച്ച് കാലമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സംഭവം വരും. അപ്പോൾ ഇത് വരുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ആ കേബിളിന് എന്തൊരു കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്കുമാണ്. മീൻസ് ഈ ഏതെങ്കിലും ഒരു സൈഡിലെ കേബിളിന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇംബാലൻസ് വരും. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കേബിൾ ഉണ്ടെങ്കിൽ കേബിൾ മാറ്റി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡ്സ് സ്വാപ്പ് ചെയ്ത് നോക്കുക. അതായത് റൈറ്റ് സൈഡിലിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെടുത്ത് വെക്കുക, ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന റൈറ്റ് സൈഡിലെടുത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും കേബിളിന് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന സൈഡിൽ തന്നെ ആയിരിക്കും സൗണ്ട് ഇല്ലാതിരിക്കുന്നത്. അതല്ല, നമ്മൾ സൈഡ്സ് മാറ്റിയപ്പോഴത്തേക്കും ചാനൽ ഇംബാലൻസ് അപ്പുറത്തെ സൈഡിലേക്ക് പോയിന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ഡ്രൈവേഴ്സിനോ അല്ലെങ്കിൽ ആ പോഡിനോ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. പോഡിന് കംപ്ലൈൻറ്റ് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോസിൽ അടഞ്ഞു പോകുന്നതാണ് മെയിനായിട്ടുള്ളത്. ഇത് കോമൺ ആയിട്ട് വരുന്നതാണ് നോസിൽ അടഞ്ഞു പോകുന്ന സംഭവം ഏറ്റവും കൂടുതൽ. കാരണം നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിയർ ആൻഡ് ടിയർ വരും, ഇതിൻ്റെ അകത്തേക്ക് ഇയർ വാക്സ് കയറും. അതുപോലെ തന്നെ ഇപ്പോൾ എണ്ണയൊക്കെ നന്നിട്ട് വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ അകത്തേക്ക് കയറും, മേ ബി വെള്ളം കയറാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ ചെറിയ നോസിൽ വളരെ ചെറുതാണ്, അപ്പോൾ അത് അടഞ്ഞു പോകും. ഇയർ വാക്സ് ആണ് കയറി അടഞ്ഞു പോയതെന്നുണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് ഇയർ വാക്സ് ഒക്കെ ഒന്ന് എന്തെങ്കിലും ചെറിയ പിന്ന് വെച്ചിട്ട് വളരെ സൂക്ഷിച്ച് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും മേ ബി സൗണ്ട് ഒക്കെ ആയിട്ട് വന്നേക്കാം. സ്റ്റിൽ അകത്തേക്ക് നല്ലപോലെ അഴുക്ക് അടിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ ആ നോസിൽ പതിയെ അതിൽ നിന്ന് ഊരിയെടുക്കുക. വേറെ നോസിൽ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഓൾറെഡി ഉള്ള നോസിൽ തന്നെ നന്നായിട്ടൊക്കെ ഒന്ന് കഴുകി ഉണക്കിയൊക്കെ എടുത്തിട്ട് തിരിച്ചൊന്ന് ഗം വെച്ച് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ സംഭവം നോസിൽ എടുക്കാനും ഒട്ടിക്കാനും ഒക്കെ എന്താ പറയുക, പിന്നൊക്കെ യൂസ് ചെയ്ത് വളരെ സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് വളരെ വിഗറസ് ആയിട്ടൊക്കെ ചെയ്യാൻ പോകുകയെന്നുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ട് അലമ്പായി പോകും. അപ്പോൾ അത് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. പിന്നെ ചില IEMSന്, അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള IEMSൻ്റെ ഒക്കെ നമുക്ക് നോസിൽ ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ ഊരിയെടുത്ത് ക്ലീൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. ഊരിയെടുക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം ക്ലീൻ ആക്കാനായിട്ട്. ആ ഡ്രൈവറിൻ്റെ ഉള്ളിലേക്ക് പൊടിയൊന്നും കയറി പോരുത്, അല്ലെ പോഡിൻ്റെ അകത്തേക്ക് പൊടിയൊന്നും കയറാണ്ട് സൂക്ഷിച്ചെടുത്ത് ചെയ്താൽ അത് കുഴപ്പമില്ലാണ്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ടും നിങ്ങൾക്ക് റെഡിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ഡ്രൈവറിന് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡ്രൈവർ കംപ്ലൈൻറ്റ് ശരിയാക്കാൻ പറ്റില്ല. പുതിയത് വാങ്ങിക്കുക, അല്ലെങ്കിൽ വാറണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വാറണ്ടി കൊടുത്ത് മാറുക എന്നുള്ളത് നടക്കുകയുള്ളൂ. പിന്നെ ഇത്രയും വേഴ്സ്റ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെവിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ.